Hi students, 10th second chapter ആയിട്ടുള്ള സർക്കിൾസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫസ്റ്റ് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള 2-3 പോയിന്റ്സ് ആണ് ഞാൻ ആദ്യം പറയുന്നത്. അത് പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതിന്റെ പ്രോബ്ലംസ് ചെയ്യുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ആദ്യം ഇവിടെ ഒരു ഫിഗർ വരച്ചിട്ടുണ്ട്. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം എ ബി ഈസ് എ ഡയമീറ്റർ ആണ്, O ഈസ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ ആണ്, P ഈസ് എ പോയിന്റ് ഓൺ ദി സർക്കിൾ. ഇതില് പറഞ്ഞിട്ടുള്ള ഈ ആംഗിളിന്റെ മെഷർ, അതായത് ആംഗിൾ ഇൻ എ സെമി സർക്കിൾ. സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു ഡയമീറ്റർ ആണ് ഒരു സർക്കിൾ എന്താക്കി മാറ്റുന്നത്, 2 ഈക്വൽ പാർട്സ് ആക്കി മാറ്റുന്നത്. അങ്ങനെ വരുന്ന ആ സെമി സർക്കിൾ വരുന്ന എല്ലാ ആംഗിൾസും എന്തായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും എന്നാണ് ഫസ്റ്റ് പോയിന്റ് നമ്മൾ പഠിക്കുന്നത്. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ. ഓക്കെ, ദെൻ ആ ഡയമീറ്ററിന്റെ പൊസിഷൻ വെച്ചിട്ട് നമുക്ക് ഈ ആംഗിൾ പിയുടെ മെഷറിൽ വ്യത്യാസം വരാം. അതായത് ഈക്വൽ ടു 90 വരാം, എബവ് 90 വരാം, ബിലോ 90 വരാം. അപ്പൊ ഈക്വൽ ടു 90 വന്നാൽ എവിടെയായിരിക്കും ആ പിയുടെ പൊസിഷൻ എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. കറക്റ്റ് 90 ഡിഗ്രി, അതായത് ആംഗിൾ പി ഈക്വൽ ടു 90 ഡിഗ്രി ആണെങ്കിൽ ദ പൊസിഷൻ ഓഫ് പി ഈസ് ഓൺ ദ സർക്കിൾ ആയിരിക്കും. ദെൻ ദ മെഷർ ഓഫ് ആംഗിൾ പി ഈസ് greater than 90, that means above 90 degree ആണെങ്കിൽ the position of P is inside the circle. Then angle P less than 90 degree, less than 90 degree means below 90 degree ആണെങ്കിൽ the position of P is outside the circle ആണ്. അപ്പൊ ആദ്യം നമ്മൾ ഈ 3 പോയിന്റ്സ് ഓർത്ത് വെക്കുക. ഈക്വൽ ടു 90 ആണെങ്കിൽ ഓൺ ദ സർക്കിള്, കറക്റ്റ് ബിലോ 90 ആണെങ്കിൽ ഔട്ട്സൈഡ് ദ സർക്കിൾ, എബവ് 90 ആണെങ്കിൽ ഇൻസൈഡ് ദ സർക്കിൾ ആയിരിക്കും പിയുടെ പൊസിഷൻ ഉണ്ടാവുക. ദെൻ ദ സെക്കൻഡ് പോയിന്റ് ഈസ്, ഈ ഫിഗറിൽ ഞാൻ പി ക്യു ഈസ് എ കോഡാണ്. ഈ കോഡ് സർക്കിൾ എന്ത് ചെയ്യുന്നുണ്ട്, 2 സെഗ്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന ഇതിന്റെ അപ്പർ പോർഷനിൽ കുറച്ച് ആംഗിൾസ് ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ആംഗിൾസിന്റെ പ്രത്യേകതയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓൾ ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ്സ് ആർ ഈക്വൽ. അതായത് ഒരേ പൊസിഷനിൽ വരുന്ന, ഒരേ ഭാഗത്ത്, ഒരേ പാർട്ടിൽ വരുന്ന, അല്ലെങ്കിൽ ഒരേ ഓൾട്ടർനേറ്റ് ആർക്ക് എന്ന് വേണമെങ്കിൽ പറയാം, ആ ആർക്കിൽ വരുന്ന ആംഗിൾസ് ഒക്കെ എന്താണ്, ഈക്വൽ ആയിരിക്കും. ആ മെഷേഴ്സ് ഇപ്പൊ ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ 60 ആയിരിക്കും, ഇവിടെ 60 ആയിരിക്കും. അങ്ങനെ ഈക്വൽ ആയിരിക്കും ഇങ്ങനെ വരുന്ന കിടക്കുന്ന ആംഗിൾസ്. അതായത് ഓൾ ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ് ആർ ഈക്വൽ. ഈ ഫിഗറിനെ നമുക്ക് താഴത്തെ പോർഷനിലേക്ക് ഇതേപോലെ ആംഗിൾസ് ഡ്രോ ചെയ്യാം. അപ്പോ ആ ആംഗിൾസിന്റെ മെഷർമെന്റ് തന്നെയായിരിക്കും, ഈക്വൽ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ 2 പോയിന്റ്സ് ആണ് ഇപ്പൊ ആദ്യം പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്താണ്, ആംഗിൾ ഇൻ എ സെയിം സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ ഓർ 90 ഡിഗ്രി ആൻഡ് ഓൾ ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ് ആർ ഈക്വൽ. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 42 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. Suppose we draw a circle with the bottom side of the triangles in the picture as diameter. Find out whether the top corner of each triangle is inside the circle, on the circle or outside the circle. ഇതാണ് ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യന്റെ ഫിഗർ ഞാൻ ഇവിടെ ബോർഡിൽ വരച്ചിട്ടുണ്ട്. 3 ഫിഗർ, 3 ആംഗിൾസ് കൊടുത്തിട്ടുണ്ട്, 3 ആംഗിൾസ് കൊടുത്തിട്ടുണ്ട്. ആംഗിളിന്റെ മെഷേഴ്സ് തന്നിട്ടുണ്ട്. ഇവിടെ എ ബി ഈസ് ദ ഡയമീറ്റർ ആണ്. ഡയമീറ്ററിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ആംഗിളിന്റെ പൊസിഷൻസ് എവിടെ, അല്ലെങ്കിൽ ആ പോയിന്റ്സിന്റെ പൊസിഷൻ എവിടെ വരുന്നത് എന്നുള്ളത് നോക്കേണ്ടത്. അപ്പൊ ആദ്യം നമുക്ക് ഈ ആംഗിൾസ് ഒന്ന് എടുത്ത് എഴുതാം. ആംഗിൾ എ പി ബി ഈക്വൽ ടു 110 ഡിഗ്രി ആണ്. 110 ഡിഗ്രി ഈസ് എബവ് 90 ഡിഗ്രി ആണ്. എബവ് 90 ഡിഗ്രി വന്നു കഴിഞ്ഞാല് പൊസിഷൻ എവിടെയായിരിക്കും, ഇൻസൈഡ് ദ സർക്കിൾ ആയിരിക്കും. അപ്പൊ ഇവിടെ എഴുതുക, റീസൺ എഴുതേണ്ടത് ഇൻസൈഡ് ദ സർക്കിൾ. Then second angle is angle AQB ആണ്. Angle AQB equal to 90 degree. Correct 90 degree ആണെങ്കിൽ എവിടെയായിരിക്കും, on the circle ആയിരിക്കും. Then third angle is angle ARB. ARB is 70 degree. 70 degree is below 90 degree ആണ്. അങ്ങനെയാണെങ്കിൽ എവിടെയായിരിക്കും പൊസിഷൻ, ഔട്ട്സൈഡ് ദ സർക്കിൾ. ഓക്കെ, അപ്പൊ എബവ് 90 വന്നാൽ ഇൻസൈഡ്, ഈക്വൽ ടു 90 വന്നാൽ ഓൺ ദ സർക്കിൾ, ബിലോ 90 വന്നാൽ ഔട്ട്സൈഡ് ദ സർക്കിൾ. ഇത്രയാണ് ഇതിൽ ചെയ്യാനുള്ള പ്രോഗ്രാം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഒരു ക്വാഡ്രിലാറ്ററൽ തന്നിട്ടുണ്ട്. മെഷേഴ്സ് തന്നിരിക്കുന്ന 55, 110, 105 ആണ്. ഫോർത്ത് ആംഗിളിന്റെ മെഷർ നമുക്ക് തന്നിട്ടില്ല. The sum of
4 ആംഗിൾസ് ഇൻ എ ക്വാഡ്രിലാറ്ററൽ ഈസ് 360 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ 360 ഡിഗ്രിയിൽ ബാക്കി റിമൈനിങ് വരുന്ന ആംഗിൾ എത്രയായിരിക്കും? അതായിരിക്കും ആംഗിൾ സിയുടെ മെഷർ വരിക. അത് കാണാൻ വേണ്ടിയിട്ട് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു 360 ഡിഗ്രി എന്ന് എഴുതി ആ ആംഗിൾസ് ഒക്കെ കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 270 ഡിഗ്രി വരും. ആംഗിൾ സി ഈക്വൽ ടു 360 മൈനസ് 270 ഈക്വൽ ടു 90 ഡിഗ്രി ആണ് വരിക. അതായത് ആംഗിൾ സിയുടെ മെഷർ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 90 ഡിഗ്രി. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഈ ക്വാഡ്രിലാറ്റർ, നമുക്കറിയാം ഒരു ക്വാഡ്രിലാറ്ററിന് 2 ഡയഗണൽസ് ഡ്രോ ചെയ്യാൻ സാധിക്കും. അതായത് ബിയും ഡിയും കൂടെ ജോയിൻ ചെയ്ത ഒരു ഡയഗണൽ കിട്ടി, സിയും എയും കൂടി ജോയിൻ ചെയ്ത നമുക്ക് സെക്കൻഡ് ഡയഗണൽ കിട്ടി. ആദ്യം ഞാനിവിടെ ബി ഡി എന്ന് പറയുന്ന ഡയഗണൽ ഡ്രോ ചെയ്തു. ഡ്രോ ചെയ്തതിന് ശേഷമാണ് നമുക്ക് നേരത്തെ ഡ്രോ ചെയ്തിട്ട് ഈ ഡയഗണലിലൂടെ നമ്മളൊരു സർക്കിൾ ഡ്രോ ചെയ്യുകയാണെങ്കിൽ ബി ഡി ഡയഗണേറ്റർ ആയിട്ട് ഒരു സർക്കിൾ ഡ്രോ ചെയ്യുകയാണെങ്കിൽ സി ഡിയും എ ഡിയും പൊസിഷൻ എവിടെ വരിക എന്നാണ് നമുക്ക് കാണാനുള്ളത്. അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഇവിടെയുള്ള ആംഗിൾസ് എഴുതാം. ഇവിടെ ആംഗിൾ സിയുടെ മെഷർ 90 ഡിഗ്രിയാണ്, ആംഗിൾ എയുടെ മെഷർ 55 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പൊ ആംഗിൾ സി എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. കറക്റ്റ് 90 ഡിഗ്രി വന്നാൽ എവിടെയായിരിക്കും സിയുടെ പൊസിഷൻ വരിക? ഓൺ ദ സർക്കിൾ ആയിരിക്കും. അപ്പൊ ഇവിടെ എഴുതേണ്ടത് പൊസിഷൻ എന്താ എഴുതുക? ഓൺ ദ സർക്കിൾ. ഇനി ആംഗിൾ എയുടെ മെഷർ 55 ഡിഗ്രിയാണ്. 55 ഡിഗ്രി എന്ന് പറയുന്നത് ബിലോ 90 ഡിഗ്രിയാണ്. അപ്പൊ എവിടെയായിരിക്കും? ഔട്ട്സൈഡ്. ഓക്കെ, ഇനി രണ്ടാമത്തെ സെക്കൻഡ് ഡയഗണൽ ഡ്രോ ചെയ്തിട്ടുണ്ട്. എ സി ആണ് ഡ്രോ ചെയ്തത്. എ സി ഡ്രോ ചെയ്തിട്ട് എ സി ഡയമീറ്റർ ആയിട്ട് നമ്മളൊരു സർക്കിൾ ഡ്രോ ചെയ്യുമ്പോൾ ബിയുടെയും സിയുടെയും ബിയുടെയും ഡിയുടെയും പൊസിഷൻ എവിടെയാണെന്ന് നോക്കേണ്ടത്. അപ്പൊ നമുക്ക് ആംഗിൾ ബിയുടെ മെഷർ ഇവിടെ എഴുതാം. 105 ആണ്. ആംഗിൾ ഡി എന്ന് പറയുന്നത് 110 ആണ്. അപ്പൊ ആംഗിൾ ബി ഈസ് 105 ആണ്. 105 ഈസ് എബവ് 90 ഡിഗ്രി. അപ്പൊ എവിടെയായിരിക്കും? ഇൻസൈഡ്. ഓക്കെ, ആംഗിൾ ഡിയുടെ മെഷറും എത്ര തന്നെയാണ്? 110 ആണ്. ഇറ്റ് ഈസ് ഓൾസോ എബവ് 90 ഡിഗ്രി. സോ ദ പൊസിഷൻ ഓഫ് ഡി ഈസ് ഓൾസോ ഇൻസൈഡ് ദ സർക്കിൾ. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ നോക്കുക. If circles are drawn with each side of a triangle of sides 5 cm, 12 cm and 13 cm as diameters, then with respect to each circle, where would be the third vertex? ഇതാണ് തേർഡ് ക്വസ്റ്റ്യൻ ഉള്ളത്. തേർഡ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് നമുക്കൊരു ട്രയാങ്കിളിന്റെ 3 മെഷേഴ്സ് തന്നിട്ടുള്ളത് 5 cm, 12 cm, 13 cm ആണ്. ഈ ട്രയാങ്കിളിലെ ഓരോ സൈഡും നമ്മൾ എടുത്തിട്ട് ഡയമീറ്റർ ആയിട്ട് എടുത്തിട്ട് സർക്കിൾ ഡ്രോ ചെയ്യുകയാണെങ്കിൽ അപ്പൊ അതിന്റെ തേർഡ് വെർട്ടെക്സിന്റെ പൊസിഷൻ എവിടെയാണ് എന്നാണ് അറിയേണ്ടത്. നേരത്തെ നമുക്ക് ആംഗിൾസ് ആയപ്പോൾ നമുക്ക് എളുപ്പമായിരുന്നു അത് കണ്ടുപിടിക്കാൻ. ആംഗിളിന്റെ മെഷർ ജസ്റ്റ് നോക്കിയാൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് മെഷേഴ്സ് ആണ് തന്നിരിക്കുന്നത്, സൈഡിന്റെ മെഷേഴ്സ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ സൈഡിന്റെ മെഷേഴ്സ് തന്നിട്ടുള്ളത് വെച്ചിട്ട് നമുക്ക് ഈ തന്നിരിക്കുന്ന ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിൾ ആണെന്ന് നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം അറിയേണ്ടത് പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണുള്ളത്. അതായത് ഒരു ട്രയാങ്കിള് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ ആ പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്പേഴ്സ് ആണെങ്കിൽ അത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോ ജസ്റ്റ് ഇത് ഓർത്ത് വെക്കുക. 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ഈക്വൽ ടു 5 സ്ക്വയർ വന്നു കഴിഞ്ഞാൽ, അതായത് സൈഡ്സ് 3ഉം 4ഉം 5ഉം വന്നു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കും. അതേപോലെ അടുത്ത നമ്പേഴ്സ് ഇത് മാത്രം ഓർത്ത് വെച്ചാൽ മതി. എന്നിട്ട് അതിനെ നമുക്കൊന്ന് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. അതായത് 3നെ 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ 6 വരും, 4നെ 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 വരും, 5നെ 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 വരും. അപ്പോ 6ഉം 8ഉം 10ഉം വന്നാലും അതെന്തായിരിക്കും? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കും. ഇനി ചെയ്യേണ്ടത് 3നെ 3 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 3 9 വരും, 4 × 3 12 വരും, 5 × 3 15 വരും. ഇനി അടുത്തത് 3 × 4 12, 4 × 4 16, 5 × 4 20. അപ്പൊ ഇതേ രീതിയിൽ നമുക്കിങ്ങനെ പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് ആണോ എന്നുള്ളത് നമുക്ക് ഇതേപോലെ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ബേസിക് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് 3 4 5 വരുന്ന
നമ്പേഴ്സ് ആണെങ്കിൽ അതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കും. അത് ബേസ് ആക്കി എടുത്തിട്ട് നമുക്ക് മറ്റുള്ള നമ്പേഴ്സും കൂടെ പൈതഗോറിയൻ ട്രിപ്ലറ്റ്സ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഇപ്പൊ അങ്ങനെയല്ല. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 5ഉം 12ഉം 13ഉം ആണ്. അപ്പോ നമ്മൾ പൈതഗോറസ് തിയറം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുമ്പോ നമുക്ക് കിട്ടുന്നത് AB² പ്ലസ് AC² ഈക്വൽ ടു BC² ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. AB മെഷർ ആണ്, AC എന്ന് പറയുന്നത് 12 ആണ്. അപ്പൊ 5² പ്ലസ് 12² ചെയ്യുമ്പോ നമുക്ക് 13² വരുന്നുണ്ടോ എന്നാണ് അറിയേണ്ടത്. 5² ഈസ് 25, 12² 144, 13² 169. 25 പ്ലസ് 144 ആഡ് ചെയ്യുമ്പോൾ 169 വരുന്നുണ്ട്. അപ്പൊ രണ്ട് സൈഡും ഈക്വൽ ആയതുകൊണ്ട് ഈ തന്നിരിക്കുന്ന മെഷേഴ്സിലുള്ള ട്രയാങ്കിൾ എന്താണ്? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അപ്പോ ട്രയാങ്കിൾ ABC ഈസ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏറ്റവും ലാർജസ്റ്റ് സൈഡിന്റെ ഓപ്പോസിറ്റ് ആയി കിടക്കുന്ന ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോ ഇവിടെ ഈ 13 സെന്റിമീറ്ററിന്റെ ഓപ്പോസിറ്റ് ആയി കിടക്കുന്ന ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ദാറ്റ് ഈസ് ആംഗിൾ A ഈക്വൽ ടു 90 ഡിഗ്രി ആണ്. ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിൾസിന്റെ സമ്മ് 180 ഡിഗ്രി ആണ്. ആംഗിൾ എയുടെ മെഷർ 90 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ ബാലൻസ് വരുന്ന അതർ 2 ആംഗിൾസ്, അതായത് ആംഗിൾ B, ആംഗിൾ C, അതായത് ആംഗിൾ ബിയും ആംഗിൾ സിയും കൂടി ആഡ് ചെയ്താൽ ബാക്കി റിമൈനിങ് ആയിട്ട് വരുന്ന ആംഗിളിന്റെ മെഷർ എത്രയേ വരുള്ളൂ? 90 ഡിഗ്രിയെ വരുള്ളൂ. കാരണം ഓൾറെഡി ഇവിടെ ഒരു ആംഗിളിന്റെ മെഷർ 90 വന്നു കഴിഞ്ഞു. ദാറ്റ് മീൻസ് ദീസ് 2 ആംഗിൾസ് ആർ അക്യൂട്ട് ആംഗിൾസ് ആണ്. അക്യൂട്ട് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ബിലോ 90 ഡിഗ്രി വരുന്ന ആംഗിൾസ് ആണ് ഇത് ആംഗിൾ സിയും ആംഗിൾ ബിയും. ഓക്കെ, അപ്പോ ആംഗിൾ എ 90 ആണ്. ആംഗിൾ ബിയും ആംഗിൾ സിയും കൂടെ ആഡ് ചെയ്താൽ 90 വരും. ദാറ്റ് മീൻസ് വി ക്യാൻ സേ ദാറ്റ് ആംഗിൾ ബി ആൻഡ് ആംഗിൾ സി ആർ അക്യൂട്ട് ആംഗിൾസ് ആണ്. ഇനി നമുക്ക് ഓരോ സൈഡും ഡയമീറ്റർ ആയിട്ട് സർക്കിൾ ഡ്രോ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് BC ഈസ് ഡയമീറ്റർ. BC ഡയമീറ്റർ ആയിട്ട് നമ്മൾ ഒരു സർക്കിൾ ഡ്രോ ചെയ്യുകയാണെങ്കിൽ പൊസിഷൻ ഓഫ് എ ഈസ്, എയുടെ പൊസിഷൻ, അതായത് BC ആണ് ഡയമീറ്റർ എങ്കിൽ എയുടെ പൊസിഷൻ എവിടെയായിരിക്കും? അപ്പൊ എയുടെ ആംഗിൾ എത്ര നമുക്ക് അറിയാം? ഇവിടെ 90 ഡിഗ്രി ആണ്. 90 ഡിഗ്രി വന്നാൽ എവിടെയായിരിക്കും? ഓൺ ദ സർക്കിൾ ആയിരിക്കും. സോ പൊസിഷൻ ഓഫ് എ ഈസ് ഓൺ ദ സർക്കിൾ. Then if BAB is diameter, next side ആണ് AB. AB diameter ആയിട്ട് നമ്മൾ ഒരു സർക്കിൾ ഡ്രോ ചെയ്യുകയാണെങ്കിൽ ABയുടെ നേരെ അപ്പുറത്ത് കിടക്കുന്ന വെർട്ടെക്സ് എന്ന് പറയുന്നത് ഇവിടെ C ആണ്. സിയുടെ പൊസിഷൻ എവിടെയായിരിക്കും എന്ന് നമുക്കറിയാം. ആംഗിൾ ബിയും ആംഗിൾ സിയും എന്ത് ആംഗിൾസ് ആണ്? അക്യൂട്ട് ആംഗിൾസ് ആണ്. അക്യൂട്ട് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗിളിന്റെ മെഷർ ബിലോ 90 ഡിഗ്രി ആണ്. അപ്പൊ ഇവിടെ ഈ ആംഗിൾ സിയുടെ മെഷർ എത്രയായിരിക്കും? ബിലോ 90 ഡിഗ്രി ആയതുകൊണ്ട് അതിന്റെ പൊസിഷൻ എവിടെയായിരിക്കും? ഔട്ട്സൈഡ് ദ സർക്കിൾ ആയിരിക്കും. അപ്പൊ അതാണ് ഇവിടെ എഴുതിയത്. പൊസിഷൻ ഓഫ് സി ഈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ. ഓക്കെ, ഇനി തേർഡ് സൈഡ് AC ആണ്. AC എന്ന് പറയുന്നത് ഇതാണ്. AC ഡയമീറ്റർ ആയിട്ട് നമ്മൾ ഇതേപോലെ ഒരു സർക്കിൾ ഡ്രോ ചെയ്യുകയാണെങ്കിൽ വേർ ഈസ് ദ പൊസിഷൻ ഓഫ് ബി? ബിയുടെ പൊസിഷൻ എവിടെയാണ് എന്നാണ് അറിയേണ്ടത്. അപ്പൊ ബിയുടെ പൊസിഷൻ നോക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ബിയുടെ മെഷർ എത്രയാണ്? ബിലോ 90 ഡിഗ്രി തന്നെയാണ്. ബിലോ 90 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ എവിടെയായിരിക്കും ബിയുടെ പൊസിഷൻ വരിക? ഇറ്റ് ഈസ് ഓൾസോ ഔട്ട്സൈഡ് ദ സർക്കിൾ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ പിക്ചർ എ സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് എ ലൈൻ ആസ് ഡയമീറ്റർ ആൻഡ് എ സ്മോളർ സർക്കിൾ വിത്ത് ഹാഫ് ദ ലൈൻ ആസ് ഡയമീറ്റർ. പ്രൂവ് ദാറ്റ് any chord of the larger circle through the point where the circles meet is bisected by the small circle. ഇതാണ് ഫോർത്ത് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യന്റെ മീനിങ് ഒന്ന് ഞാൻ പറയാം. ക്വസ്റ്റ്യന്റെ ഫിഗർ ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. ഈ ഫിഗറില് ഒരു ലാർജർ സർക്കിളും ഉണ്ട്, ഒരു സ്മോളർ സർക്കിളും ഉണ്ട്. ഇതില് ഈ ലാർജർ സർക്കിളില് ഈ കാണുന്ന ഈ ലൈൻ അതിന്റെ ഡയമീറ്റർ ആണ്. ആ ഡയമീറ്ററിന് ഞാൻ നെയിം കൊടുക്കാൻ പോവാണ്. ഇവിടെ AB കൊടുത്തു. എന്നിട്ട് ഈ സർക്കിളിന്റെ സെന്ററിൽ നിന്നാണ് ഈ സ്മോളർ സർക്കിൾ ഡ്രോ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഡ്രോ ചെയ്തിട്ടുള്ള ഈ സർക്കിളിന്റെ അപ്പൊ ഡയമീറ്റർ ആയിട്ട് ഇത് വരിക അല്ലെ. വലിയ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് സ്മോളർ സർക്കിളിന്റെ ഡയമീറ്റർ ആണ്. അത് വരച്ചു. അതിനുശേഷം അത് ഡ്രോ ചെയ്തതിന് ശേഷം ഇവിടെ ഒരു കോഡ് ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു കോഡ് ഡ്രോ ചെയ്തിട്ടുണ്ട്. ആ കോഡിന് ഇവിടെ C എന്ന് നെയിം കൊടുത്തപ്പോ AC എന്ന് പറയുന്ന ഒരു കോഡ് ഡ്രോ ചെയ്തിട്ടുണ്ട്.
ആ കോഡ് ഡ്രോ ചെയ്തിരിക്കുന്നത് ഈ രണ്ട് സർക്കിളും ഒരു പോയിന്റിൽ ഈ സർക്കിൾ മീറ്റ് ചെയ്തിട്ടുണ്ട്. ആ പോയിന്റിൽ നിന്നാണ് ഈ ലാർജ് ഇങ്ങോട്ട് ഒരു കോഡ് ഡ്രോ ചെയ്തിരിക്കുന്നത്. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എന്താന്ന് വെച്ചാല് ഈ കോഡ് ഈ സ്മോളർ സർക്കിൾ ടച്ച് ചെയ്ത് പോകുന്ന ഒരു പോയിന്റ് ഉണ്ട്, അതായത് ഈ പോയിന്റിനെ ബൈസെക്ട് ചെയ്യുന്നു. ബൈസെക്ട് മീൻസ് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പൊ ആ പോയിന്റിന് നമ്മളൊരു പേര് കൊടുക്കുകയാണ്, ഡി എന്നുള്ള നെയിം കൊടുത്തു. അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് അതായത് എ ഡിയുടെ ലെങ്തും സി ഡിയുടെ ലെങ്തും എന്താണ്, ഈക്വൽ ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ പ്രൂവ് ചെയ്യുന്നതിന് മുന്നേ നമുക്കിവിടെ ഇത് റേഡിയസ് ആണല്ലോ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇവിടെ റേഡിയസ് നമുക്കിവിടെ ഇത് വലിയ സർക്കിളിന്റെ റേഡിയസ് ആണ്. അപ്പൊ ഇതും എന്ത് തന്നെയാണ്, റേഡിയസ് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്കിത് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൽ ഒരു കൺസ്ട്രക്ഷൻ ചെയ്യാനുണ്ട്. അതായത് ഈ ഡിയിൽ നിന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്യുക, അതേപോലെ സിയിൽ നിന്ന് ഇങ്ങോട്ടും ജോയിൻ ചെയ്യാം. അങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ട്രയാങ്കിൾസ് ആയിട്ട് മാറുന്നുണ്ട്. അതിൽ നമ്മൾ എടുക്കേണ്ട ട്രയാങ്കിൾസ് എന്ന് പറയുന്നത് ഈ ലാർജർ ട്രയാങ്കിൾ, അതായത് ട്രയാങ്കിൾ എ ബി സി എടുക്കണം. അതേപോലെ സെക്കൻഡ് ട്രയാങ്കിള് എ ഒ ഡി എടുക്കണം. ഇനി ഈ രണ്ട് ട്രയാങ്കിള് നമ്മൾ എടുക്കുന്നത്, നമ്മൾ ഈ ട്രയാങ്കിൾസിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ, നമ്മൾ 9th പഠിച്ചിട്ടില്ല. സിമിലർ ട്രയാങ്കിൾസിന്റെ പ്രത്യേകത വലുതും ഉണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടി രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. സിമിലർ ട്രയാങ്കിൾ എപ്പോഴാണ് ട്രയാങ്കിൾസ് സിമിലർ ആവുക, ടു ട്രയാങ്കിൾസിന്റെ ആംഗിൾസ് ഈക്വൽ ആയാൽ ആ ട്രയാങ്കിൾസ് എന്തായിരിക്കും, സിമിലർ ആയിരിക്കും. സിമിലർ ആയി കഴിഞ്ഞാൽ അവയുടെ സൈഡ്സിന്റെ പ്രത്യേകത എന്താണ്, സൈഡ്സ് ആർ പ്രൊപ്പോർഷണൽ ആയിരിക്കും. എങ്ങനെ പ്രൊപ്പോർഷണൽ ആയിട്ട് വരിക, ഈക്വൽ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സ് പ്രൊപ്പോർഷൻ ആയിരിക്കും. അപ്പൊ നമുക്ക് ആദ്യം ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ആദ്യം നമ്മൾ ഇവിടെ നോക്കേണ്ടത് ഈ ലാർജസ്റ്റ് സർക്കിൾ നോക്കുക. ഈ ലാർജസ്റ്റ് സർക്കിളിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ട്രയാങ്കിൾ എ ബി സി കാണുന്നുണ്ട്. ഈ എ ബി സി എന്ന് പറയുമ്പോൾ ഈ ട്രയാങ്കിളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്, ഈ ആംഗിളിന്റെ മെഷർ എത്ര ഡിഗ്രി ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ 90 എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി അതേപോലെ സ്മോളർ സർക്കിൾ നോക്കുക. സ്മോളർ സർക്കിൾ നോക്കിക്കഴിഞ്ഞാലും അവിടെ ഒരു ട്രയാങ്കിൾ കാണാം. ട്രയാങ്കിൾ എ ഒ ഡി ആണ്. ആ എ ഒ ഡി എന്ന് പറയുന്ന ട്രയാങ്കിളും എന്തുതന്നെയാണ്, ഒരു സെമി സർക്കിൾ ഫോം ചെയ്ത ട്രയാങ്കിൾ ആണ്. അങ്ങനെ വരുമ്പോ ഈ ആംഗിളിന്റെ മെഷർ എത്ര ഡിഗ്രി ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള ഈ രണ്ട് ട്രയാങ്കിൾസ് വൺ പെയർ ഓഫ് ആംഗിൾസ് ഈക്വൽ ആയിട്ട് കിട്ടി. അത് ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് എഴുതാം. ഫസ്റ്റ് ട്രയാങ്കിൾ ലാർജസ്റ്റ് ട്രയാങ്കിൾ ആണ്. അപ്പൊ അതിന്റെ ഈ ആംഗിളിന്റെ നെയിം നിങ്ങൾ എങ്ങനെ എഴുതുക, ആംഗിൾ എ സി ബി എന്ന് എഴുതാം. ഈക്വൽ ടു, അതിന് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ ഈ ചെറിയ സ്മോൾ ട്രയാങ്കിളിൽ ഏതാ വരുന്നത്, ആംഗിൾ എ ഡി ഒ ആണ്. എന്താ എഴുതുക, ആംഗിളിനെ സെമി സർക്കിൾ, ആംഗിൾ ഇന്നെ സെമി സർക്കിൾ. ഓർ ബ്രാക്കറ്റിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം, 90 ഡിഗ്രി എന്ന് മാർക്ക് ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ 90 ഡിഗ്രി ഒരു ആംഗിൾ, വൺ പെയർ ഓഫ് ആംഗിൾസ് നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടി. ഇനി ഏതാണ് സെക്കൻഡ് പെയർ ഓഫ് ആംഗിൾസ് ഈക്വൽ ആയിട്ട് വരിക, അത് നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം. ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്. ആ ആംഗിൾ എ, ഈ പറയുന്ന ഈ ആംഗിൾ എ ഈസ് ദ കോമൺ ആംഗിൾ ഓഫ് ദീസ് ടു ട്രയാങ്കിൾസ്. അപ്പൊ ആ ആംഗിളിന്റെ നെയിം നിങ്ങൾ ഷോർട്ട് ആയിട്ട് ആംഗിൾ എ എന്ന് തന്നെ എഴുതിയാൽ മതി. ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ എ. റീസൺ എന്താണ്, കോമൺ ആംഗിൾ. അപ്പോ ടു ട്രയാങ്കിൾസിൽ ടു പെയർ ഓഫ് ആംഗിൾസ് ഈക്വൽ ആയി വന്നാൽ തന്നെ ആ തേർഡ് ആംഗിൾ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. then we can say that these two triangles are similar triangles. അപ്പൊ നമുക്ക് എന്തായാലും നമ്മൾ സൈഡ്സ് പ്രൊപ്പോർഷൻ ആയിട്ട് എഴുതേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആ തേർഡ് പെയർ ഓഫ് ആംഗിൾസ് ഏതാണെന്നും കൂടെ ഈക്വൽ ആയിട്ടുള്ളത് എടുത്തെഴുതാം. അപ്പൊ തേർഡ് ആംഗിൾ ലാർജസ്റ്റ് ട്രയാങ്കിളിൽ വരുന്നത് ഈ ആംഗിൾ ആണ്. അപ്പൊ ആ ആംഗിളിന്റെ നെയിം എഴുതുക, ആംഗിൾ എ ബി സി.
ഈക്വൽ ടു സ്മോളർ ട്രയാങ്കിളിൽ വരുന്ന ആംഗിൾ ഇതാണ്, ആംഗിൾ AOD. റീസൺ ഒന്നും എഴുതണ്ട, അത് തേർഡ് ആംഗിൾ ആണ്, അതുകൊണ്ടാണ് അത് ഈക്വൽ ആയിട്ട് വന്നത്. Then therefore we can say that these two triangles, that means triangle ABC and triangle AOD are similar. ഓക്കെ, അപ്പോ ഈ ട്രയാങ്കിൾസ് രണ്ടും സിമിലർ ആണെന്ന് കിട്ടി. സിമിലർ ആയാൽ എന്താണ്? സൈഡ്സ് ഓപ്പോസിറ്റ് ടു ദ ഈക്വൽ ആംഗിൾസ് ആർ പ്രൊപ്പോർഷണൽ. എന്താ എഴുതേണ്ടത്? therefore sides opposite to the equal angles are proportional. പ്രൊപ്പോർഷണൽ ആയി കഴിഞ്ഞാൽ നമുക്ക് സൈഡ്സ് പ്രൊപ്പോർഷൻ ആയിട്ട് എഴുതാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് പ്രൊപ്പോർഷൻ ആയിട്ട് എഴുതുക? ആദ്യം ഫസ്റ്റ് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് നോക്കുക. ഫസ്റ്റ് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ നമ്മൾ എഴുതിയത് 90 ഡിഗ്രി വരുന്ന ആംഗിൾ ആണ്. അപ്പൊ ഈ 90 ഡിഗ്രിയിലെ ഈ ലാർജസ്റ്റ് ട്രയാംഗിളിന്റെ ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് ആയി കിടക്കുന്ന സൈഡ് AB ആണ്. AB ബൈ അതേപോലെ സെക്കൻഡ് ട്രയാംഗിൾ, അതായത് ഈ സ്മോളർ ട്രയാംഗിളിൽ ഈ 90യുടെ ഓപ്പോസിറ്റ് ആയി കിടക്കുന്ന സൈഡ് AO ആണ്. AB by AO equal to സെക്കൻഡ് പെയർ ഓഫ് ആംഗിൾസ് നമ്മൾ എഴുതിയത് ഈ ആംഗിൾ A ആണ്. ആംഗിൾ A എന്ന് പറയുമ്പോൾ ലാർജസ്റ്റ് ട്രയാംഗിൾ വരുന്ന സൈഡ് BC ആണ്. BC ബൈ സ്മോളർ ട്രയാംഗിൾ വരുന്നത് OD ആണ്, ഈ സൈഡ് ഈക്വൽ ടു തേർഡ് പെയർ ഓഫ് സൈഡ്സ് വരുന്ന ആംഗിൾസ് വരുന്നത് ഇതാണ് ലാർജർ ട്രയാംഗിളിൽ. അപ്പൊ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയി കിടക്കുന്ന സൈഡ് ഏതാണ്? AC ആണ്. ബൈ സ്മോളർ ട്രയാംഗിളിൽ തേർഡ് ആംഗിൾ ഇതാണ്, അതിന്റെ ഓപ്പോസിറ്റ് ആയി കിടക്കുന്ന സൈഡ് AD ആണ്. ഇനി നമുക്ക് ആവശ്യമുള്ള സൈഡുകൾ എന്ന് പറയുന്നതും അറിയുന്ന സൈഡ് എന്ന് പറയുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. നമുക്ക് ആവശ്യമില്ലാത്തത് ഇതിൽ ഒരെണ്ണം ഉണ്ട്. ഇതിലേതെങ്കിലും രണ്ടെണ്ണം എടുത്താൽ മതി, 2 പെയർസ് മാത്രം എടുത്താൽ മതി. ഒരെണ്ണത്തെ നമുക്ക് എന്ത് ചെയ്യാം? ഒഴിവാക്കാം. ഏതാണ് ഒഴിവാക്കേണ്ടത്? നമുക്ക് ആവശ്യമുള്ളത് ഇത് ആവശ്യമുണ്ട്, കാരണം നമുക്ക് ഇത് ബൈസെക്ട് ചെയ്യുന്നതാണ് പ്രൂവ് ചെയ്യാനുള്ളത്. പിന്നെ നമുക്ക് അറിയാവുന്നത് ഇവിടെയാണ്, ഇത് രണ്ടും റേഡിയസ് ആണ്. അപ്പൊ നമുക്ക് അവിടെ മെഷർ അറിയാം. നമുക്ക് ആവശ്യമില്ലാത്ത അപ്പോ ഈ രണ്ട് സൈഡാണ്, അപ്പൊ നമുക്ക് അതിനെ ഒഴിവാക്കാം. ആ വരുന്ന ഭാഗം എന്ന് പറയുന്നത് ഇതാണ്. ഈ പെയർ ഓഫ് സൈഡ്സിനെ മാറ്റി കഴിഞ്ഞാൽ ബാലൻസ് വരുന്നത് എഴുതുക. AB by AO equal to AC by AD എന്ന് എഴുതി. ABയുടെ ലെങ്ത് നമുക്ക് അറിയാം. AB എന്ന് പറയുന്നത് ഇവിടെ 6, ഇവിടെ 6 ആകുമ്പോ ABയുടെ ലെങ്ത് എന്ത് വരും? 2R എന്ന് വരും. 2R by AO is R equal to AC. ഇവിടെ AD ആണ് കേട്ടോ. AC അങ്ങനെ തന്നെ എഴുതുക. അതേപോലെ AD നമ്മൾ അതുപോലെ തന്നെ എഴുതി. ഓക്കെ, ഇനി എന്താ വരുന്നത്? ഇനി നമുക്ക് ഇവിടെ സെയിം ആയിട്ട് വരുന്നത് നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് കളയാം. അതായത് 6 രണ്ട് സൈഡിലും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? 2/1 equal to AC by AD. ഇനി അത് ക്രോസ് ചെയ്യുമ്പോ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോ AC equal to 2AD. AC equal to 2AD. That means AC എന്ന് പറയുന്നത് ഇതാണ്, ACയുടെ ലെങ്ത് എന്ന് പറയുന്നത് 2AD ആണ്. ഇനി 6th ക്വസ്റ്റ്യൻ നോക്കാം. The two circles in the picture cross each other at A and B. The points P and Q are the other ends of the diameters through A. Prove that P, B, Q lie on a line. Second question, prove that PQ is parallel to the line joining the centers of the circles and is twice as long as this line. ഇതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യന്റെ ഫിഗർ നോക്കുക, ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യന്റെ മീനിങ് ഞാൻ ഒന്ന് പറയാം. ഇവിടെ 2 സർക്കിൾസ് ഉണ്ട്, ഒന്ന് ലാർജറും ഒന്ന് സ്മോളറും ഉണ്ട്.
ഈ സർക്കിൾസിൽ 2 ഡയമീറ്റേഴ്സ് ഡ്രോ ചെയ്തിട്ടുണ്ട്. അതായത് പിയിലൂടെ എയിലേക്ക് ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് ഒരു ഡയമീറ്റർ ഡ്രോ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ സർക്കിളിന്റെ ഡയമീറ്റർ ആണ് AQ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ PBQ എന്ന് പറയുന്ന ഈ പോയിന്റ്സ് സെയിം ലൈനിലാണ്, അതായത് ഒരേ ലൈനിലാണെന്ന് പ്രൂവ് ചെയ്യാനാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഉള്ളത്. PBQ ലൈ ഓൺ എ ലൈൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഈ സർക്കിളിന്റെ 2 സെന്റേഴ്സ് ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു ലൈൻ കിട്ടും. ആ ലൈനും നമ്മൾ ഇവിടെ നേരത്തെ പ്രൂവ് ചെയ്തിട്ടുള്ള ഈ ലൈനും സെയിം, അതായത് രണ്ടും പാരലൽ ആണെങ്കിൽ ഈ ലൈനിന്റെ ഡബിൾ ആയിരിക്കും ഈ ലൈൻ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പൊ അത് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ കുറച്ച് കൺസ്ട്രക്ഷൻ ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഈ 2 സർക്കിളിന്റെയും സെന്റേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്യാണ്. ഇവിടെ ഇതിന് ഇഷ്ടമുള്ള നെയിം കൊടുക്കാൻ ഞാൻ ഇവിടെ CD എന്ന് കൊടുത്തു. അതേപോലെ തന്നെ ഈ P എന്ന് പറയുന്ന പോയിന്റും ഇതേപോലെ Bയുടെ അവിടുന്ന് Qന്റെ അവിടേക്കും ജോയിൻ ചെയ്യും. ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് ഇവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി ഈ മിഡിലൂടെ ഞാൻ ഇങ്ങോട്ടും ഒരു ലൈൻ ജോയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് അവിടെ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് പ്രൂവ് ചെയ്യേണ്ടത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ലാർജസ്റ്റ് സർക്കിൾ നോക്കാം. ലാർജസ്റ്റ് സർക്കിൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം AB എന്ന് പറയുന്നത് അതിന്റെ ഡയമീറ്റർ ആണ്. അങ്ങനെ വരുമ്പോ ഈ ലൈൻ, അതായത് AB എന്ന് പറയുന്ന ലൈനും QB എന്ന് പറയുന്ന ലൈനും കൂടി ഇവിടെ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്, ABQ എന്ന് പറയുന്ന ട്രയാങ്കിൾ. ആ ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിൾ ആയിരിക്കും? റൈറ്റ് ആംഗിൾ ആയിരിക്കും. അതായത് ഈ ആംഗിളിന്റെ മെഷർ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. കാരണം ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ആണ്. ഇനി സ്മോളർ സർക്കിൾ നോക്കുക. സ്മോളർ സർക്കിളും ഇതേപോലെ തന്നെ ഈ AP എന്ന് പറയുന്ന ഡയമീറ്റർ ആണ്. അതിന്റെ എൻഡ് പോയിന്റ്സ് ജോയിൻ ചെയ്തിട്ട് ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ ട്രയാങ്കിൾ, അതായത് ട്രയാങ്കിൾ APB ഈസ് ഓൾസോ എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. സോ ദ മെഷർ ഓഫ് ദിസ് ആംഗിൾ ഈസ് ഓൾസോ 90 ഡിഗ്രി. ഓക്കെ, അപ്പോ നമുക്ക് ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് ആകെ അത്ര കുറെ സ്റ്റെപ്പ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. എഴുതേണ്ടത് ട്രയാങ്കിൾ, ഈ വരുന്ന ആംഗിൾ, അതായത് ആംഗിൾ PBA ഈക്വൽ ടു ആംഗിൾ PBA എന്ന് പറയുന്നത് ആംഗിൾ PBA ഈ ആംഗിൾ ആണ്. അതേപോലെ ആംഗിൾ QBA ഈക്വൽ ടു 90 ഡിഗ്രി ആണ്. റീസൺ ആംഗിൾ ഇൻ എ സെമി സർക്കിൾ. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ആണ്, അതുകൊണ്ട് അവിടെ 90 ഡിഗ്രി ആണ്. ഇനി നമുക്ക് അറിയാം, ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ലൈനിനെ വേറൊരു ലൈൻ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ഇങ്ങനെ വരുന്ന ആംഗിൾസിനെ നമ്മൾ പറയുന്നത് ലീനിയർ പെയർ ആണ്. അപ്പൊ ലീനിയർ പെയറിന്റെ മെഷർ എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? 180 ഡിഗ്രിയാണ്. അതായത് ആംഗിൾ PBA പ്ലസ് ആംഗിൾ QBA ഈക്വൽ ടു 180 ഡിഗ്രി ആണ്. അതായത് ഈ 90യും കൂടി ആഡ് ചെയ്താൽ 180 ഡിഗ്രി ആണ്. 180 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കും ഈ PBQ എന്ന് പറയുന്നത് ഒരു ലൈൻ ആണ്. ഒരു ലൈനിലാണ് നമ്മൾ 180 ഡിഗ്രി എന്ന് പറയുമ്പോൾ കറക്റ്റ് ഒരു ലൈനിൽ വരുന്ന ആംഗിൾ ആണ്. അപ്പൊ therefore we can say that PBQ lie on a line. ഇവിടെ 180 ഡിഗ്രി ആണെന്ന് പറഞ്ഞാൽ എന്താണത്? ലീനിയർ പെയർസ് ആണ്. ലീനിയർ പെയർ ആയതുകൊണ്ടാണ് അത് രണ്ടിന്റെയും സമ്മ്, ആ രണ്ട് ആംഗിൾസിന്റെയും സമ്മ് എന്ത് വന്നത്? 180 ഡിഗ്രി. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് കംപ്ലീറ്റ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഈ CD എന്ന് പറയുന്ന ഈ ലൈൻ PQ എന്ന് പറയുന്ന ഈ ലൈന് പാരലൽ ആണ്. ഒപ്പം ഈ CD-യുടെ ഡബിൾ ആണ് PQ എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അത് രണ്ട് രീതിയിൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഒന്ന്, നമ്മളിപ്പോ നേരത്തെ ചെയ്ത പോലെ സിമിലർ ട്രയാങ്കിൾസ് എടുത്ത് പ്രൂവ് ചെയ്യാം. അതായത് ഈ ലാർജസ്റ്റ് ട്രയാങ്കിളും ഈ സ്മോളർ ട്രയാങ്കിളും എടുക്കുക, അതിന്റെ ആംഗിൾസ് ഈക്വൽ ആക്കിയിട്ട് സിമിലർ ആയി കഴിഞ്ഞാൽ സൈഡ്സ് പ്രൊപ്പോർഷൻ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. അത് കൂടാതെ നമ്മൾ 9th ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്.
ഒരു ട്രയാങ്കിളിന്റെ എനി ടു സൈഡ്സിന്റെ മിഡ് പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്താൽ ഒരു ലൈൻ കിട്ടും. ആ ലൈൻ, ഈ തേർഡ് ലൈൻ, ഇത് രണ്ടും ടു സൈഡ്സ് ആണ്. അത് കഴിച്ചിട്ടുള്ള തേർഡ് ലൈനിന് ഈ പി ക്യു എന്ന് പറയുന്ന ഈ ലൈൻ പാരലലുമായിരിക്കും. ഒപ്പം ഈ ലൈൻ ലെങ്തിന്റെ ഡബിൾ ആയിരിക്കും ഈ ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാം. അതായത് ഇവിടെ ഈ ക്വസ്റ്റ്യനില്, അതായത് ഇവിടെ ഈ ക്വസ്റ്റ്യനില് സി എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആണ്. സി ഈസ് മിഡ് പോയിന്റ് ഓഫ് എ പി ആണ്. മിഡ് പോയിന്റ് ഓഫ് എ പി ആണ്. അതേപോലെ ഡി ഈസ് മിഡ് പോയിന്റ് ഓഫ് എ ക്യു ആണ്. അല്ലെ, എ പി ഡി മിഡ് പോയിന്റ് ആയി കഴിഞ്ഞാൽ ദെൻ സി ഡി എന്താണ്? സി ഡി പാരലൽ ടു പി ക്യു ആണ്. പാരലൽ ടു പി ക്യു ആണ്. ഈ സി ഡി ഈസ് പാരലൽ ടു പി ക്യു ആണ്. ഓൾസോ സി ഡി ഈക്വൽ ടു ഹാഫ് ഓഫ് പി ക്യു ആണ്. ഓർ പി ക്യു ഈക്വൽ ടു 2CD ആണ്. അങ്ങനെ പറയാം. അതായത് പി ക്യു എന്ന് പറയുന്നത് സി ഡിയുടെ ഡബിൾ ആണെന്ന് പറയാം. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് 2 ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പേജ് നമ്പർ 42 ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആയതാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് പേജ് നമ്പർ 53 ആണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ.